സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ട്. രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാകും. കോർ കമ്മിറ്റിയിൽ പേര് നിർദ്ദേശിച്ചത് ദേശീയ നേതൃത്വം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. തീരുമാനം ഐക്യകണ്ഠേന നേതാക്കൾ. ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കും. ജുഡീഷ്യൽ ജോലികളിൽ നിന്നും ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ മാറ്റി. വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി. ഫോൺ കോളുകൾ പരിശോധിച്ച് പോലീസ്. കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. മുഖത്തും നെഞ്ചത്തും പുറത്തും ഗുരുതര പൊള്ളലുകൾ. ആക്രമിച്ചത് മുൻ ഭർത്താവെന്ന് പോലീസ്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിൽ പോലീസിന്റെ നിർണായക നീക്കം. പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ് റഹീം. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. മല്ലികാർജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു ആ മീറ്റിംഗ്. മോഡിയെ അനുകൂലിക്കുന്നതും അതുപോലെ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടിയാണ്. ശരിയായ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും. തരൂരിന്റെ മോദി സ്തുതികൾക്ക് ഹൈക്കമാൻഡ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് VM സുധീരൻ. കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടി തുടർന്നാൽ അച്ചടക്ക നടപടി വരും. ആരോഗ്യം വീണ്ടെടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആശുപത്രി ജനാലയിലെത്തി വിശ്വാസികളെ ആശീർവദിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്ന് മാർപ്പാപ്പ. ഇനി 2 മാസക്കാലം പൂർണ്ണ വിശ്രമം. ആശാവർക്കർമാരുടെ നിരാഹാര സമരം തുടരുന്നു. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം. സമരത്തിൽ രാഷ്ട്രീയം കലർത്തിയതാണ് പ്രശ്നമെന്ന് LDF കൺവീനർ വീണ ജോർജിനെ നാളെയോ മറ്റന്നാളോ കേന്ദ്ര ആരോഗ്യമന്ത്രി കണ്ടേക്കും. കോഴിക്കോട് നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം കവർന്നുവെന്ന പരാതി വ്യാജമെന്ന് പോലീസ്. പരാതിക്കാരനും 2 സുഹൃത്തുക്കളും അറസ്റ്റിൽ. കവർച്ചാ നാടകം ഭാര്യാപിതാവ് നൽകിയ പണം ചെലവായി പോയതിനാൽ. രാജസ്ഥാന് മുന്നിൽ റൺമല തീർത്ത് സൺറൈസേഴ്സ്. 287 റൺസ് വിജയലക്ഷ്യം. ഇഷാൻ കിഷന് സെഞ്ചുറി. രാജസ്ഥാന് 2 വിക്കറ്റ് നഷ്ടം. മുംബൈ ചെന്നൈ പോരാട്ടം 7:30. വിശദമായി കിടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാവും. ദേശീയ നേതൃത്വമാണ് കോർ കമ്മിറ്റിയിൽ പേര് നിർദ്ദേശിച്ചത്. ഗ്രൂപ്പ് പോര് കൊടുമ്പിരി കൊണ്ടിരിക്കെ കേരളത്തിൽ ഇതുവരെ സജീവമല്ലാതിരുന്ന സകല നേതാക്കളെയും ഒഴിവാക്കിയാണ് രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി തീരുമാനിച്ചത്. പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് K. സുരേന്ദ്രനും പുതിയ പ്രസിഡന്റ് കാര്യത്തിൽ ഒരു വിയോജിപ്പില്ലെന്ന് ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കി. നാളത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രസിഡന്റിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കേരളത്തിൽ ഇനി BJPയെ നയിക്കുക മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ തീരുമാനിച്ചത്. പ്രകാശ് ജാവദേക്കറാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത്. മത്സരം ഒഴിവാക്കാൻ കോർ കമ്മിറ്റിയിലെ ധാരണയ്ക്ക് ശേഷം ഒരാളിൽ നിന്നേ പത്രിക സ്വീകരിക്കൂ എന്ന് നേരത്തെ ധാരണയായിരുന്നു. നാളെയാണ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമ്മേളനം നടക്കുന്നത്. K. സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന അഭ്യൂഹം അങ്ങനെ തന്നെ അവസാനിച്ചു. MT രമേശും ശോഭാ സുരേന്ദ്രനും തഴയപ്പെടുകയും ചെയ്തു. എല്ലാറ്റിനും കാരണമായത്
കേരളത്തിലെ ഗ്രൂപ്പ് പോരെന്ന് വ്യക്തം. അല്ല, അദ്ദേഹം എന്താണ്? അദ്ദേഹം പുതിയ ആളാണോ? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച് തെളിയിച്ചു കാണിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാ വ്യക്തികൾക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പുതുമയുമില്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കും. അതല്ലാതെ തന്നെ നമുക്കൊരു വ്യക്തമായ ഒരു തെரியപ്പെടുത്തലുണ്ട് കേരളത്തിൽ. ഇതും കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഇസ് ഗോയിങ് ടു ബി എ കാറ്റലിസ്റ്റ്. ഇനി സംസ്ഥാന ഉപാധ്യക്ഷന്മാർ ഉണ്ടാകില്ല. എല്ലാ അധികാരവും രാജീവിൽ കേന്ദ്രീകരിക്കുമെന്ന് ചുരുക്കം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തോൽവിയിൽ പാർട്ടിയിലെ ചിലർക്ക് ബന്ധമുണ്ടെന്ന തോന്നൽ രാജീവിനോട് അടുത്ത കേന്ദ്രങ്ങൾക്കുണ്ട്. ഇക്കൂട്ടരോടുള്ള രാജീവിന്റെ സമീപനം ഇനി എന്താകുമെന്നതും ശ്രദ്ധേയമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് ആദ്യ വെല്ലുവിളി. വി മുരളീധരനും പി കെ കൃഷ്ണദാസും രാജീവുമായി അടുത്തു നിൽക്കുന്നുണ്ട്. യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു. ദേശീയ അധ്യക്ഷരെ തെരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നാണ് നിബന്ധന. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന BJPയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൊളിച്ചെഴുതി കേന്ദ്ര നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ അധ്യക്ഷ പദവും. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്നും ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു. തമിഴ്നാട്ടിൽ IPS ഓഫീസറായ അണ്ണാമലയെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതുപോലെ കേരളത്തിലും പരമ്പരാഗത രീതി പൊളിച്ചു പരീക്ഷിക്കുകയാണ് BJP. കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും വളർന്ന നേതാക്കളെ മാറ്റി നിർത്തി അധ്യക്ഷ പദത്തിലേക്ക് ഒരു ടെക്നോക്രാറ്റ്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും മുന്നിൽ നിൽക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ മറ്റുള്ള നേതാക്കളെക്കാൾ നൈപുണ്യം രാജീവ് ചന്ദ്രശേഖറിനുണ്ടെന്ന് BJP ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു. I will not be drawn into this negative type of politics. However, if anybody defames me and attempts to trespass into an area of saying lies about me, I will certainly not be quiet. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വികസനം ഒരു പ്രധാന അജണ്ടയാക്കാനും അതിനു പിന്നിൽ പരമാവധി ജനങ്ങളെ അണിനിരത്താനും രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. ഒരു ലാർജർ ഫ്രെയിംവർക്ക്, ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കുന്നതും ഇവിടെ ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസും ഒരു മാരിടൈം സ്കിൽ സെൻറ്റർ, ഇവിടെ ഈ വരുന്ന പോർട്ടിൽ നമ്മളെ കുട്ടികൾക്ക് ഇവിടുത്തെ കുട്ടികൾക്കും തൊഴിൽ കിട്ടാൻ അവർക്ക് ട്രെയിൻ ചെയ്യാൻ ഒരു മാരിടൈം സ്കില്ലിംഗ് സെൻറ്റർ അതും ഉണ്ടാക്കാൻ ആണ് മാസ്റ്റർ പ്ലാൻ. അധ്യക്ഷ പദം മോഹിച്ചിരുന്ന നേതാക്കളുടെ മുകളിലേക്ക് കേരളത്തിന് പുറത്തുനിന്ന് ഒരാളെ നിയമിച്ചതിലുമുണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ സന്ദേശം. ചേരിപ്പോരിലും സംഘടനാ പ്രശ്നങ്ങളിലും വിട്ടുവീഴ്ചയുണ്ടാകില്ല. ഓരോ നേതാക്കൾക്കും കീഴിൽ ഓരോ ഗ്രൂപ്പ് ഉണ്ടാകുന്ന പാർട്ടിയിൽ അത് അവസാനിപ്പിക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക്. രാജീവിന്റെ പേരിൽ ഇനി പുതിയ ഗ്രൂപ്പ് ഉണ്ടാകുമോ എന്നത് പക്ഷേ കാത്തിരുന്ന് കാണണം. കേരളം BJPക്ക് ഇനിയും വഴങ്ങാത്ത ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയാണ്. തീവ്ര ഹിന്ദുത്വത്തിനപ്പുറം വിശാലമായ സമീപനം ഇവിടെ അനിവാര്യമാണെന്ന ബോധ്യമുണ്ട് BJPക്ക്. അതുകൊണ്ടാണ് സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറമുള്ള ഒരു പരിഗണന രാജീവ് ചന്ദ്രശേഖറിലൂടെ മോദിയും അമിത്ഷായും നടപ്പിലാക്കിയത്. RSSന്റെ പരിഗണനാ പട്ടികയിൽ പോലും രാജീവ് ഇല്ലായിരുന്നുവെന്നും ഓർക്കണം. ചുരുക്കത്തിൽ ഗ്രൂപ്പുകൾക്കതീതൻ, സമുദായ സമവാക്യങ്ങൾക്കും അതീതമായ വ്യക്തിത്വം. അതേസമയം പരമ്പരാഗത രാഷ്ട്രീയക്കാരനെ അല്ലാത്ത വ്യവസായിയും ടെക്നോക്രാറ്റുമായ ഒരാൾ. അങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷൻ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. VR കാർത്തിക്, ന്യൂസ് 18. മോദി ഭരണകാലത്ത് BJPയിലെത്തിയ പല നേതാക്കളിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. വ്യവസായി എന്ന നിലയിൽ രാജ്യസഭാംഗമാകുകയും കർണാടക തട്ടകമാക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി ഇനി പ്രവർത്തന മേഖല പൂർണ്ണമായും കേരളത്തിലേക്ക് മാറ്റുകയാണ്. ടെക്നോക്രാറ്റ്, വ്യവസായി, രാഷ്ട്രീയക്കാരൻ
പരസ്പര ബന്ധമില്ലാത്ത പല വേഷങ്ങളും അണിഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇതുവരെയുള്ള ജീവിതം. വ്യോമസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്നു തൃശൂർ ദേശമംഗലം സ്വദേശിയായ അച്ഛൻ. അതുകൊണ്ട് കുട്ടിക്കാലം കേരളത്തിന് പുറത്ത്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം, ചിക്കാഗോയിലെ ഇലിനോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം, പിന്നീട് 3 വർഷക്കാലം ഇന്റലിൽ ജോലി. BPL സ്ഥാപകൻ TPG നമ്പ്യാരുടെ മകളുമായുള്ള വിവാഹം വ്യക്തിജീവിതത്തിൽ വഴിത്തിരിവായി. രാജീവിന്റെ നേതൃത്വത്തിലാണ് BPL മൊബൈലിന്റെ തുടക്കം. മൊബൈൽ രംഗത്ത് നിന്ന് അടുത്ത ചുവടുവെപ്പ് ദൃശ്യമാധ്യമ മേഖലയിലേക്കായിരുന്നു. ആദ്യം മലയാളത്തിൽ ഏഷ്യാനെറ്റ്, പിന്നെ കന്നഡയിൽ സുവർണ. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ കന്നഡ പ്രഭാപത്രത്തിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കിയതോടെ അച്ചടി മാധ്യമ രംഗത്തും സാന്നിധ്യം. ഇക്കാലയളവിൽ തന്നെയായിരുന്നു സ്വതന്ത്രനായുള്ള രാജ്യസഭാ പ്രവേശം. വ്യവസായിയായ രാജീവിനെ 2006 പിന്തുണച്ചത് ദേവഗൌഡയുടെ JDS ആയിരുന്നു. 2012 BJP തുണക്കെത്തി. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു പിന്നാലെ BJPയുമായുള്ള അകലം കുറച്ചു. 3ാം തവണ രാജ്യസഭയിൽ എത്തും മുമ്പേ രാജീവ് BJPയിൽ ചേർന്നിരുന്നു. 2018 മാർച്ച് 18 കൃത്യം 3ാം വർഷം കേന്ദ്രമന്ത്രിസഭയിലേക്ക് മോദിയുടെ വിളിയെത്തി. ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പിൽ സഹമന്ത്രി സ്ഥാനം. മന്ത്രിയായിരിക്കെ 2024 തട്ടകമായ ബംഗളൂരുവിൽ നിന്ന് മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടാനായിരുന്നു പാർട്ടി നിർദ്ദേശം. തോറ്റെങ്കിലും സിറ്റിംഗ് MP ശശി തരൂരിന് കനത്ത വെല്ലുവിളി ഉയർത്താൻ രാജീവിനായി. ഇതിനിടെ 3ാം മോദി മന്ത്രിസഭയിൽ ഇടം കിട്ടാത്തതിന് പിന്നാലെ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന ട്വീറ്റും ചർച്ചയായി. പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് തിരുവനന്തപുരത്തുണ്ടാക്കിയ സ്വീകാര്യത BJP നേതൃത്വത്തിനെ ബോധിച്ചു എന്ന് വേണം ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് കരുതാൻ. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ പരമ്പരാഗത രീതി പൊളിച്ചെഴുതി രാജീവ് ചന്ദ്രശേഖറിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് BJP ദേശീയ നേതൃത്വം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. BJPയിലെ നിയമനം സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണവും വന്നു തുടങ്ങി. BJPയുടെ അധ്യക്ഷൻ ആരായാലും പ്രശ്നമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്ന നേതാവല്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ അദ്ദേഹം ലേറ്റ് എൻട്രികളാണ്. പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ BJP ഐഡിയോളജിയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല അദ്ദേഹത്തോടല്ലല്ലോ വ്യക്തിപരമായി. ആര് വേണേലും വരട്ടെ. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചു ഡൽഹി പോലീസ്. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നീക്കം. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ സുപ്രീം കോടതി നേരത്തെ പുറത്തുവിട്ടിരുന്നു. അന്വേഷണം ശക്തമായതോടെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് കുരുക്കുമുറുകുകയാണ്. ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുത്തുവെന്നത് ഇതുവരെ ആരോപണം മാത്രമായിരുന്നുവെങ്കിൽ കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകൾ ഫയർഫോഴ്സ് കണ്ടെടുക്കുന്ന ദൃശ്യവും ചിത്രങ്ങളും അസാധാരണ നീക്കത്തിലൂടെ സുപ്രീം കോടതി തന്നെയാണ് പുറത്തുവിട്ടത്. ഔദ്യോഗിക വസതിയിൽ തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയത്. 25 പേജുള്ള റിപ്പോർട്ടിൽ ആരോപണ വിധേയനായ യശ്വന്ത് വർമ്മയുടെ വിശദീകരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന വാദമാണ് യശ്വന്ത് വർമ്മയ്ക്ക്. പണം കണ്ടെടുത്തത് വീട്ടിൽ നിന്നല്ല, വീട്ടിന് പുറത്തുള്ള സ്റ്റോർ റൂമിൽ നിന്നാണ്. താനോ കുടുംബാംഗങ്ങളോ സ്റ്റോർ റൂമിൽ പണം സൂക്ഷിച്ചിട്ടില്ലെന്നും യശ്വന്ത് വർമ്മ വാദിക്കുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം യശ്വന്ത് വർമ്മയുടെ കഴിഞ്ഞ 6 മാസത്തെ ഫോൺ കോൾ വിവരങ്ങൾ ഡൽഹി പോലീസ് ശേഖരിച്ചു. വസതിയിലെ ജീവനക്കാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ വിശദാംശങ്ങളും തേടിയിട്ടുണ്ട്. അന്വേഷണത്തിനായി സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കേസിൽ ആഭ്യന്തര സമിതിയുടെ കണ്ടെത്തൽ നിർണായകമാകും. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. 6 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം വിശ്വാസികളെ അഭിവാദ്യം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജമേലി ആശുപത്രിയിൽ 10ാം നിലയിലെ പോപ്പ് സ്യൂട്ടിന്റെ ജനാലയ്ക്ക് സമീപത്തു നിന്നാണ് ഫ്രാൻസിസ് പാപ്പ വിശ്വാസികളെ കണ്ടത്. ആശുപത്രിയിൽ തുടരുകയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ തിരികെ വത്തിക്കാനിലെ വസതിയിലെത്തി.
37 ദിവസങ്ങൾക്ക് ശേഷമാണ് മാർപ്പാപ്പ വിശ്വാസികൾക്ക് മുമ്പിലെത്തിയത്. ജമേലി ആശുപത്രിയുടെ 10ാം നിലയുടെ ബാൽക്കണിയിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്. മാർപ്പാപ്പയെ കാണാൻ കാത്തുനിന്ന വിശ്വാസികൾക്ക് നേരെ കൈവീശി കാണിച്ച് മാർപ്പാപ്പ അഭിവാദ്യം ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദിയെന്നും പ്രതികരിച്ചു. കഴിഞ്ഞ 6 ആഴ്ചയായി വത്തിക്കാനിൽ അദ്ദേഹത്തിന് വിശ്വാസികളെ കാണാൻ സാധിച്ചിട്ടില്ല. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം 1 മാസത്തിലേറെയായി റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ തിരികെ വത്തിക്കാനിലെ വസതിയിലെത്തി. ഇനി 2 മാസം പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശബ്ദം സാധാരണ നിലയിൽ ആവാനുള്ളതടക്കം പരിചരണം തുടരും. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 14-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പൂനത്ത് സ്വദേശി പ്രബിഷയുടെ ദേഹത്ത് മുൻ ഭർത്താവ് പ്രശാന്താണ് ആസിഡ് ഒഴിച്ചത്. കഴിഞ്ഞ 3 വർഷമായി ഇവർ പിരിഞ്ഞു കഴിയുകയായിരുന്നു. പുറംവേദനയെ തുടർന്ന് കഴിഞ്ഞ 18 മുതൽ പ്രബിഷ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 9:30 ആശുപത്രിയിലെത്തിയ പ്രതി പ്രബിഷയുമായി സംസാരിക്കുന്നതിനിടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു. മുഖത്തും നെഞ്ചത്തും പൊള്ളലേറ്റ് തിരിഞ്ഞോടിയ പ്രബിഷയുടെ പിന്നിലേക്കും ആസിഡ് ഒഴിച്ചു. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രബിഷ. പ്രതി പ്രശാന്ത് മേലെപ്പെയ്യൂർ പോലീസിൽ കീഴടങ്ങി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു. എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ റഹീം അഫാനോട് ചോദിച്ചു. ഉമ്മയ്ക്കും അനുജനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് കാണാൻ തനിക്ക് വയ്യെന്നായിരുന്നു പ്രതിയുടെ മറുപടി. അതേസമയം നിലവിൽ അഫാൻ ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിക്കുന്നില്ലെന്നാണ് ജയിൽ അധികൃതരുടെ വിലയിരുത്തൽ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ആദ്യമായാണ് പ്രതി അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് സ്ഥിരീകരണം. ചോദ്യം ചെയ്യലിൽ എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനോട് ചോദിച്ചത്. ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യെന്ന് അഫാന്റെ മറുപടി. കൂട്ടക്കൊലപാതകം നടന്ന ദിവസം 50,000 രൂപ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നും അഫാൻ. തന്റെയോ ഉമ്മ ഷെമിയുടെയോ കൈവശം പണമുണ്ടായിരുന്നില്ല. ഇതിന് തലേ ദിവസവും കാമുകി ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി. 100 രൂപയ്ക്ക് ബൈക്കിൽ പെട്രോൾ അടിച്ച് ഉമ്മയുമായി ബന്ധുവീട്ടിൽ പണം കടം ചോദിക്കാൻ പോയി. ബാക്കി 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. വീട്ടിൽ കടക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകം ചെയ്തതെന്നും മൊഴി. കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തൊടുപുഴയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം. തർക്കം പരിഹരിക്കാൻ കൊല്ലപ്പെട്ട ബിജുവും ജോമോനുമായുള്ള കരാർ വ്യവസ്ഥകളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. കരാർ പാലിക്കാത്തതിലെ തർക്കമാണ് കൊട്ടേഷൻ കൊലപാതകത്തിലേക്ക് നയിച്ചത്. തലച്ചോറിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട ബിജുവും കൊട്ടേഷൻ നൽകിയ ജോമോനും ബിസിനസ് പങ്കാളികളായിരുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത്. തർക്കത്തെ തുടർന്ന് പോലീസിന്റെ മധ്യസ്ഥതയിൽ ഇരുവരും തമ്മിൽ പണം കൈമാറ്റം സംബന്ധിച്ച കരാറിലും ഏർപ്പെട്ടു. ഇത് പാലിക്കാത്തതിനെ തുടർന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയെന്നാണ് ജോമോന്റെ മൊഴി. പിടിയിലായവരിൽ 2 പേരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രാഥമിക നിഗമനമായിട്ട് മനസ്സിലാവുന്നത് ബ്രെയിനേറ്റ് ഡാമേജ് ആണ് മരണകാരണമെന്നാണ്. കൂടാതെ നെക്കിലും റിബ്സിലും ഫ്രാക്ചറിലായിട്ട് മനസ്സിലായിട്ടുണ്ട്. ശരീരത്തിലെ മറ്റ് കൈകളിലൊക്കെ പരിക്കുകളായിട്ട് മനസ്സിലായിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളിലെയും വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ പോലീസ് നടത്തിവരുന്നു. തലക്ക് ഏറ്റ ക്ഷതമാണ്, ബ്രെയിനിനുള്ള ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഹെമറേജ് ഉണ്ടായിട്ടാണ് മനസ്സിലാവുന്നത്. ആദ്യം പെട്രോൾ പമ്പിലും പിന്നീട് ബിജുവിന്റെ വീടിന് സമീപത്തും കൊന്നുകുഴിച്ചു മൂടിയ ഗോഡൌണിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ജോമോനും മറ്റൊരു പ്രതി ആഷിഖും റിമാൻഡിലാണ്. കൊല്ലപ്പെട്ട ബിജുവിനും കുടുംബത്തിനും നേരെ മുൻപും ഭീഷണിയുണ്ടായിരുന്നുവെന്നാണ് സൂചന. ദിവസങ്ങളോളം പ്രതികൾ ബിജുവിനെ നിരീക്ഷിച്ചു. വ്യാഴാഴ്ച വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ പിന്തുടർന്ന ശേഷം കാറിൽ കയറ്റിക്കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത്. ക്രൂരമർദ്ദനത്തിനിരയായ ശേഷമാണ് ബിജു കൊല്ലപ്പെടുന്നത്. മുഖത്തും തലയിലും മർദ്ദനമേറ്റ പാടുകളുണ്ട്. കൈകൾ ബന്ധിച്ചിരുന്നു. എന്നാൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനും ബിജുവിന്റെ ബൈക്കും കണ്ടെത്തേണ്ടതുണ്ട്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 തൊടുപുഴ.
കോഴിക്കോട് നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന സംഭവം നാടകമെന്ന് പോലീസ് കണ്ടെത്തി. പരാതിക്കാരനും 2 സുഹൃത്തുക്കളും അറസ്റ്റിലായി. ഭാര്യാപിതാവ് സൂക്ഷിക്കാനേൽപ്പിച്ച പണം തിരിച്ചു നൽകാനാവാതെ വന്നതോടെയാണ് പരാതിക്കാരനായ റഹീസ് കവർച്ചാ നാടകം ആസൂത്രണം ചെയ്തത്. പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്ത് വാഹനത്തിനുള്ളിൽ ചാക്കിൽ സൂക്ഷിച്ച 40,25,000 രൂപ കവർന്നെന്നായിരുന്നു ആനക്കുഴിക്കര സ്വദേശിയായ PM റഹീസിന്റെ പരാതി. ഭർത്തൃപിതാവ് സൂക്ഷിക്കാനേൽപ്പിച്ച പണമായിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചയാൾക്ക് നൽകാനായി എത്തിയപ്പോഴാണ് കവർച്ച നടന്നതെന്നും റഹീസ് മൊഴി നൽകി. സ്കൂട്ടറിലെത്തിയ 2 പേർ 2 പൊതികളുമായി കാറിനടുത്തു നിന്നും പോകുന്ന CCTV ദൃശ്യം ആശുപത്രിയിൽ നിന്നും ലഭിച്ചിരുന്നു. ദൃശ്യങ്ങളിൽ പണച്ചാക്കില്ലാത്തതിനാൽ തന്നെ പരാതിയിൽ പോലീസിന് സംശയം തോന്നി. വിശദമായ അന്വേഷണത്തിലാണ് നടന്നത് കവർച്ചാ നാടകമെന്ന് പോലീസിന് വ്യക്തമായത്. കാറിൽ അത്തരത്തിൽ പണമേ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി. ഭർത്തൃപിതാവ് പലതവണയായി വാങ്ങിയ 40 ലക്ഷം രൂപ റഹീസ് ചിലവഴിച്ചു. പണം തിരിച്ചു നൽകാൻ കഴിയാതെ വന്നതോടെയാണ് കവർച്ചാ നാടകം ആസൂത്രണം ചെയ്തത്. 90,000 രൂപ പ്രതിഫലം നൽകിയാണ് സുഹൃത്തുക്കളായ സാജിദ്, ജംഷീർ എന്നിവരെ കൂടെ കൂട്ടിയത്. അന്വേഷണം തനിക്കെതിരെ തിരിയുന്നതായി മനസ്സിലാക്കിയതോടെ റഹീസ് പരാതി പിൻവലിച്ചെങ്കിലും വഞ്ചനാക്കുറ്റം രജിസ്റ്റർ ചെയ്ത് കേസുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. റഹീസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പരാതി ഇയാൾ കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളൊരു ചീറ്റിംഗ് കേസാക്കിയിട്ട് മാറ്റിയിട്ട് ഈ കേസ് തുറന്ന് അന്വേഷിക്കും. സാധാരണഗതിയിൽ ഇവരെ ധാരണ ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല, അല്ലാതെ ഒരു പെറ്റീഷനായി തീർക്കും എന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ 5-6 മാസം കൊണ്ട് പൈസ കൊടുത്ത് തീർക്കാം എന്നൊരു ധാരണ ആവശ്യമായിട്ടാണ് ഇത്തരം പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ്. ഇത്തരം മോഷണമുണ്ടായി ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ്. പണത്തിന്റെ ഉറവിടമടക്കം പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മാനേജറാണ് റഹീസിന്റെ ഭാര്യ പിതാവ്. പണം നഷ്ടപ്പെട്ടെന്ന് കാട്ടി ഈ സ്ഥാപനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഉടമയായ റഹീസ് വാഹന കച്ചവടം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 42 ദിവസം പിന്നിടുകയാണ്. സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരം 4ാം ദിവസവും തുടരുന്നു. കൂടുതൽ പേരെ ഉൾപ്പെടുത്തി നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം സംഘടിപ്പിക്കാനാണ് തീരുമാനം. അതേസമയം വീണ ജോർജിന് നാളെയോ മറ്റന്നാളോ JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുമെന്നാണ് വിവരം. ആശാവർക്കർമാരുടെ സമരത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആശമാർ തന്നെയാണെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. സമരത്തിൽ രാഷ്ട്രീയം കലർത്തിയതാണ് പ്രശ്നമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആശാവർക്കർമാർ സമരം ഇങ്ങനെ തുടരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ്. ആശാവർക്കർമാരാണ് അത് മനസ്സിലാക്കുന്നത്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളം തന്നെയാണ്. ഞാനിവിടെ അത് ഓരോ സ്റ്റേറ്റിലും കിട്ടുന്ന കണക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലാണ്, ഔദ്യോഗികമായ കണക്കാണ്. ആശാ വർക്കർമാർക്ക് അനുകൂലമാണ് ഗവൺമെന്റ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കൊണ്ടെന്ന് VM സുധീരൻ. ജനകീയരായ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് വേണ്ടത്. സ്ഥാനാർത്ഥികളെ കാലുവാരാതെ ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സാമൂഹിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കണമെന്നും അതിൽ പാളിച്ച് ഉണ്ടാകാതെ നോക്കണമെന്നും VM സുധീരൻ പറയുന്നു. ന്യൂസ് 18 Q18 അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ പാളിച്ചകൾ സംഭവിച്ചതുകൊണ്ടുകൂടിയാണ് ഈ 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് എന്ന് പാർട്ടി ഒരു സ്വയം വിമർശനം നടത്തുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര കൂടുതലായി പറയുന്നില്ല. ഒരു കാര്യം ശരിയാണ്, നല്ല സ്ഥാനാർത്ഥി നിർണയം, ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം, സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിൽ സാമൂഹ്യ സന്തുലിതാവസ്ഥ, അത് കൃത്യമായി മുൻകാലങ്ങളെപ്പോലെ കുറ്റമറ്റ രീതിയിൽ ജനസ്വീകാര്യതയുള്ള സാമൂഹ്യ സന്തുലിതാവസ്ഥ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ വരിക, ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഒന്ന്, ജനങ്ങൾ വലിയൊരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസിൽ കാണുന്നത്. ഈ AK ആൻ്റണി, K കരുണാകരൻ അവർ രണ്ടുപേരും കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു വലിയൊരു ഗുണമുണ്ട്. ജനസ്വാധീനമുള്ള
ജനസ്വീകാര്യതയുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കുക. ഒന്ന്, നമ്പർ 1. നമ്പർ 2, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഒരിക്കലും കാലുവാരലില്ല. സോഷ്യൽ ബാലൻസ് ഈ ആൻ്റണി കരുണാകരൻ ആ കാലത്ത്, ടീമിൻ്റെ കാലത്ത് സോഷ്യൽ ബാലൻസ് കൃത്യമായി പാലിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ദർശനം നടത്തി വിശ്വാസികൾ. പത്തനംതിട്ട പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഷർട്ട് ധരിച്ച് കയറിയത്. അനാചാരങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി. ഇന്ന് രാവിലെയാണ് കക്കാട്ട് കോയിക്കൽ അയ്യപ്പക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് SNDP പ്രവർത്തകർ ദർശനം നടത്തിയത്. പെരുന്നാട് SNDP യോഗം സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്ര ദർശനം. മേൽവസ്ത്രം മാറ്റണമെന്ന് ക്ഷേത്രത്തിലെ ശാന്തി ആവശ്യപ്പെട്ടെങ്കിലും വിശ്വാസികൾ അതിന് തയ്യാറായില്ല. പോലീസ് സന്നാഹം ക്ഷേത്രത്തിലുണ്ടായിരുന്നെങ്കിലും ഇവരെ തടഞ്ഞില്ല. അനാചാരങ്ങൾക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഷർട്ട് ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തിയതെന്ന് SNDP സംയുക്ത സമിതി വ്യക്തമാക്കി. തൃശ്ശൂർ കൂടൽമാണിക്യത്തിലെ PSC നിയമനത്തിൽ ഒരാളിനെ അവിടുത്തെ കൊച്ചിക്കാരനെ പിരിച്ചുവിട്ടു. ആ തസ്തിക കൊടുക്കുന്നില്ല എങ്കിൽ അയക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ അത് പെരുന്നാട്ടിലുള്ള ഞങ്ങൾക്ക് ഇവിടെ 8-9 ശാഖയുണ്ട്. അത് ഞങ്ങളത് അവരെയൊക്കെ വിളിച്ചു. ഇതെന്താണ് വേണ്ടത്, നമുക്കിങ്ങനൊരു പ്രതിഷേധം നമുക്ക് നടത്തണം. നമ്മൾ അത് ആരോടും ഒരു സമുദായക്കാരനെ എതിർക്കാനല്ല. നമ്മുടെ SNDPയോട് ദേവസ്വം ബോർഡ് കാണിക്കുന്ന വളരെ നീചമായ ഇതാണ്. SNDPക്കാരൻ്റെ പണം വേണം. 65% കേരളത്തിൽ SNDPക്കാരനുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ PSCയുടെ നിയമനം കൊടുത്താലോ ഏതിനോ അത് അവരെ അവിടുന്ന് മാറ്റി നിർത്തുക. ആ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ആദ്യമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ കയറി. ശബരിമല മകരവിളക്കിന് ശേഷം തിരുവാഭരണം ചാർത്തുന്ന ക്ഷേത്രം കൂടിയാണ് പെരുന്നാട്ടിലെ അയ്യപ്പക്ഷേത്രം. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും സമാന പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ക്യാഷ് കൗണ്ടർ സംവിധാനം നിർത്തലാക്കി ആ ജീവനക്കാരെ മറ്റു ജോലികൾക്ക് നിയോഗിക്കാൻ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമുള്ള സ്ഥാപനങ്ങളിൽ കൗണ്ടറുകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം. സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗത്തിലും കടുത്ത നിയന്ത്രണത്തിനാണ് തീരുമാനം. അനാവശ്യ ചെലവുകളും അധിക ധനവിനിയോഗവും ഒഴിവാക്കിയുള്ള ധനദൃഢീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നിർദ്ദേശങ്ങൾ. KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പേയ്മെന്റുകൾക്കായി ഓൺലൈൻ സംവിധാനം നിലവിലുണ്ട്. അതിനാൽ ഇവിടങ്ങളിൽ പ്രത്യേക കൗണ്ടർ സംവിധാനങ്ങൾ തുടരുന്നത് അനുയോജ്യമല്ല. ഇത് അവസാനിപ്പിച്ച് ഈ ജീവനക്കാരെ മറ്റ് ജോലികൾക്ക് ഉപയോഗിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡ്, കോർപ്പറേഷനുകൾ തുടങ്ങി സർക്കാർ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം. സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്കും ഓഫീസുകളുടെ നിയന്ത്രണാധികാര പരിധിക്കുള്ളിൽ മാത്രമേ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയൂ. ചെലവുകൾ ബജറ്റ് വിഹിതം മറികടക്കാൻ പാടില്ല. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ അധിക തുക അനുവദിക്കേണ്ടി വരുമെങ്കിൽ അത് ധന പുനർവിനിയോഗം വഴി മാത്രമായിരിക്കണം. സർക്കാർ ഓഫീസുകളിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരെ ഒഴിവാക്കണം. പകരം വാഹനങ്ങളില്ലാത്തത് മൂലം ജോലിയില്ലാതെ തുടരുന്ന ഡ്രൈവർമാരെ ആ ജോലിക്ക് നിയോഗിക്കണം. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ വർഷങ്ങളായി തുടരുന്ന അനാവശ്യ പദ്ധതികൾ കണ്ടെത്തി ഇത് അവസാനിപ്പിക്കണം. 1 മാസത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. സെമിനാറുകൾ, മേളകൾ, പരിശീലന പരിപാടികൾ എന്നിവയുടെ ചെലവുകൾ ബജറ്റ് വിഹിതത്തിന്റെ 50% അധികമാകാൻ പാടില്ല. ഈ ഓഫീസ് സംവിധാനമുള്ള സ്ഥാപനങ്ങളിൽ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ ആവശ്യഘട്ടത്തിൽ മാത്രമേ പുതിയ നിയമനം പാടുള്ളൂ. അതും കരാറടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകന്റെ ഉത്തരവിൽ പറയുന്നു. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകയിലെ ചിത്രദുർഗയിൽ വാഹനാപകടത്തിൽ 2 മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു. കൊല്ലം അഞ്ചൽ സ്വദേശികളായ യാസീൻ, അൽത്താഫ് എന്നിവരാണ് മരിച്ചത്. ചിത്രദുർഗ SJM നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. കൂടെയുണ്ടായിരുന്ന നബീൽ എന്ന വിദ്യാർത്ഥിയെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാത്രി ഭക്ഷണം കഴിച്ചു മടങ്ങുന്നതിനിടെ ചിത്രദുർഗ JCR ജംഗ്ഷന് സമീപത്തു വെച്ചാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ 6 ദിവസമായി ഗസയിൽ ഇസ്രയേൽ തുടരുന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് സലാ അൽ ബർദാവിയിലും ഭാര്യയും കൊല്ലപ്പെട്ടു. തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിൽ നടന്ന ആക്രമണത്തിലാണ് സലായും ഭാര്യയും കൊല്ലപ്പെട്ടത്. ഗസയിൽ ഇന്ന് രാവിലെ നടന്ന ആക്രമണത്തിൽ മാത്രം 35 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണത്തിൽ 200ഓളം കുട്ടികളടക്കം 600-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്.
IPL ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് കൂറ്റൻ സ്കോർ. സെഞ്ചുറി നേടിയ ഇഷാൻ കിഷന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ ട്രാവിസ് ഹെഡിന്റെയും മികവിൽ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് 286 റൺസ് എടുത്തു. 106 റൺസ് എടുത്ത് ഇഷാൻ കിഷൻ പുറത്താകാതെ നിന്നു. നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറിച്ച് ക്ലാസനും അവസാന ഓവറുകളിൽ തകർത്തടിച്ചു. മറുപടി ബാറ്റ് ചെയ്യുന്ന രാജസ്ഥാന് 3 വിക്കറ്റ് നഷ്ടമായി. 40 റൺസ് പിന്നിട്ട സഞ്ജു ക്രീസിലുണ്ട്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുന്നു. നമസ്കാരം.